ഹമാസിന്റെ ബന്ദിയായി കഴിഞ്ഞ ആ നാളുകൾ ആ 26-കാരിയുടെ മനസ്സിൽ ഇപ്പോഴും ദുസ്വപ്നമാണ് സമ്മാനിക്കുന്നത്. ഓരോ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമായിരുന്നു, ഇത് എൻ്റെ ജീവിതത്തിലെ അവസാന രാത്രിയാണ്. ഇത് പറയുമ്പോൾ നോവ അർഗമണി എന്ന ആ പെൺകുട്ടിയുടെ കണ്ണിൽ ഭയം വിട്ടുമാറിയിട്ടില്ല. നോവ അർഗമണിയെ ലോകം മറന്നു കാണാനിടയില്ല. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ ജനതയുടെ പ്രതീകമായി മാറിയ അതേ 26-കാരി. ഒരു മോട്ടോർ ബൈക്കിന് പിന്നിലിരുന്ന് എന്നെ കൊല്ലരുതേ എന്ന് അപേക്ഷിക്കുന്ന അർഗമണിയുടെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെയൊക്കെ കണ്ണ് നനയിച്ചതാണ്. ടോക്കിയോയിൽ G7 രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അർഗമണി വികാരാധീനയായി. ഞാൻ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ഈ ഒരു നിമിഷം എനിക്ക് അത്ഭുതമാണ്. എന്നെ ഹമാസിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ സമയം വരെ ഞാൻ മരിക്കും എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ജപ്പാനിൽ തന്റെ പിതാവിനെ സന്ദർശിക്കാൻ എത്തിയപ്പോഴും നോവ അർഗമണി ഹമാസ് ക്യാമ്പിൽ നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞിരുന്നു. ഹമാസ് ഇസ്രയേൽ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്താണ് അർഗമണിയെ ഹമാസ് ബന്ദിയാക്കുന്നത്. ഒക്ടോബർ 7-ന് ഒരു സംഗീതോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അർഗമണിയെ ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അർഗമണിക്കൊപ്പം മറ്റു ചിലരും അന്ന് ഹമാസിന്റെ പിടിയിലായി. അതിൽ അർഗമണിയുടെ കാമുകൻ അവിനാഥൻ ഓറും ഉണ്ടായിരുന്നു. അർഗമണിയെയും അവിനാഥനെയും വെവ്വേറെ ക്യാമ്പുകളിലായിരുന്നു തടങ്കലിലാക്കിയിരുന്നത്. യഹൂദരുടെ അവധിക്കാലമായ സുക്കോട്ടിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ട്രാൻസ് മ്യൂസിക് ഫെസ്റ്റിവലിൽ 25-കാരിയായ നോവ അർഗമണി ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും എത്തിയതായിരുന്നു. ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്തവരെയെല്ലാം ഭീകരർ വെടിവെച്ചു കൊല്ലുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്തു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. ഹമാസ് ഭീകരർ വെടിയുതിർക്കുകയും ജനക്കൂട്ടത്തിനിടയിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുകയും പരിഭ്രാന്തിയും അരാജകത്വവും ഉണ്ടാക്കിയതോടെയാണ് സംഭവം അരങ്ങേറിയത്. നോവ അർഗമണിയുടെ കുടുംബം പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെയാണ് അവളെ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിക്കുന്ന ഭയാനകമായ നിമിഷങ്ങൾ ലോകം കണ്ടത്. വീഡിയോയിൽ അർഗമണിയെ പലസ്തീൻ തോക്കുധാരിയുടെ മോട്ടോർ സൈക്കിളിൽ ബലമായി കൊണ്ടുപോകുന്നത് കാണാം. അപ്പോഴെല്ലാം എന്നെ കൊല്ലരുത്, വേണ്ട വേണ്ട എന്ന് അവൾ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ അവളുടെ കാമുകൻ അവിനാഥനെയും ഭീകരർ നേരിടുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. കാമുകനായ അവിനാഥനോട് ഇനി അവളെ മറന്നേക്കൂ എന്നും പറയുന്നു. ഈ തട്ടിക്കൊണ്ടുപോകേണ്ട ദൃശ്യങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ വേഗം പ്രചരിച്ചു. പൊതുജനങ്ങളിൽ അത് ആശങ്കയും രോഷവും ഉയർത്തിയ ദൃശ്യങ്ങളാണ്. അർഗമണി തുടരുന്നു, എന്റെ കാമുകൻ അവിനാഥൻ ഇപ്പോഴും അവിടെയുണ്ട്. വൈകാതെ തന്നെ എല്ലാവരെയും മോചിപ്പിക്കണം. ഇതിനോടകം നിരവധി ആളുകളെ നഷ്ടപ്പെട്ടു. ഇനിയും ആരെയും നഷ്ടപ്പെടുത്താൻ വയ്യ, അർഗമണി പറയുന്നു. ജൂൺ 8-ന് ഗാസയിലെ നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മറ്റു 3 പേർക്കൊപ്പം അർഗമണി മോചിപ്പിക്കപ്പെട്ടു. അൽമോഗ് മീർജാൻ, ആന്ദ്രേ കോസ്ലോവ്, സ്ലോവി സീവ് എന്നിവരാണ് അർഗമണിയോടൊപ്പം മോചിപ്പിക്കപ്പെട്ടത്. ഇസ്രായേൽ പ്രത്യേക സേന നടത്തിയ റെയ്ഡിലാണ് ഇവരെ മോചിപ്പിച്ചത്. തെക്കൻ ഗാസയിലെ തുറങ്കങ്ങളിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. ഇസ്രായേൽ സൈനിക നടപടിയിലാണ് ഇവരിൽ ചിലർക്ക് ജീവൻ നഷ്ടമായത് എന്നാണ് സൈന്യം പറഞ്ഞത്. അന്ന് ഹമാസ് ബന്ദികളാക്കി 251 പേരിൽ 105 പേർ ഇപ്പോഴും ഗാസ മുനമ്പിലെ ഹമാസ് ക്യാമ്പുകളിൽ ജീവനോടെ ഉണ്ട് എന്നാണ് വിവരം. 34 പേർ കൊല്ലപ്പെട്ടതായും സൈന്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർബാനസ്.